Hello dear friends. Today we are going to discuss about the very fundamental unit of English grammar, that is naming word or noun. Naming word അല്ലെങ്കിൽ noun എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് നോക്കിയാലോ അതെന്താണെന്ന്. Noun or naming words are name of person, name of place, name of animal, and it may be the name of a thing. നെയിമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേരാകാം. അതായത് ടീച്ചറിൻ്റെ പേര് അനു എന്നാണ്. അപ്പോൾ അനു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ് അല്ലേ? അനു ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ. സോ it is a naming word. So it is a noun. Okay. So അങ്ങനെയാണെങ്കിൽ സെറ എന്ന് പറയുന്നത് it is a name of a person. അങ്ങനെയാണെങ്കിൽ സെറ is a naming word. So it is a noun. ഏതൊരു വ്യക്തിയുടെ പേരും എന്തായി വരും? നെയിമിംഗ് വേർഡ് അല്ലെങ്കിൽ നൗൺ ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ജോൺ, വിഷ്ണു, ആശ, നിങ്ങളുടെയൊക്കെ പേരെന്താണ്? അതെല്ലാം എന്തിൽ വരും? അതൊക്കെ നെയിമിംഗ് വേർഡാണ്, അതൊക്കെ നൗണുമാണ്. ഓക്കെ, അടുത്തതായി പറയുന്നത് നെയിം ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തിൻ്റെ പേരും എന്തായി വരാം? ഒരു സ്ഥലത്തിൻ്റെ പേരും നെയിമിംഗ് വേർഡ് അല്ലെങ്കിൽ നൗൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ is the name of a place. So it is a naming word. So it is a noun. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥലം ഏതാണ്? പോട്ട എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ? അപ്പോൾ അതെന്തായി വന്നു? അത് നെയിമിംഗ് വേർഡാണ്, അതിനെ നൗൺ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ചാലക്കുടി, തൃശ്ശൂർ, കേരള, ഇന്ത്യ, US ഈ എല്ലാ സ്ഥലങ്ങളുടെയും പേര് എങ്ങനെ വരും? അതൊക്കെ നെയിമിംഗ് വേർഡാണ്, അതൊക്കെ നൗണാണ്. ഇനി അടുത്തൊരു കാറ്റഗറി എന്താണ്? നൗൺ എന്ന് പറയുന്നത് നെയിം ഓഫ് എ ആനിമൽ ആകാം, ഒരു മൃഗത്തിൻ്റെ പേരാകാം. നിങ്ങൾക്ക് ഒത്തിരി മൃഗങ്ങളുടെ പേരറിയില്ലേ? ടൈഗർ ഈസ് a name of an animal അല്ലേ? അപ്പോൾ ടൈഗർ എന്താണ്? ഒരു നെയിമിംഗ് വേർഡാണ്. അപ്പോൾ ടൈഗർ എന്ന് പറയുന്നത് നൗൺ ആണ്. ടൈഗർ, ലയൺ, ജിറാഫ്, സീബ്ര, ഇനി ബേർഡ്സിൻ്റെ പേരും എന്താണ്? നെയിമിംഗ് വേർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടൈഗർ, ലയൺ, സീബ്ര, കാങ്ക്രൂ എല്ലാം എന്തിൽ വരും? നെയിമിംഗ് വേർഡിൽ വരും. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നെയിം ഓഫ് തിങ് ആണ്. തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ, വസ്തുക്കളുടെ പേരുകൾ. അതായത് ബുക്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പേരാണ് അല്ലേ? അത് എന്ത് തന്നെയാണ്? അത് നെയിമിംഗ് വേർഡാണ്, നൗൺ ആണ്. നിങ്ങൾക്ക് ഇനിയും ഒത്തിരി വസ്തുക്കളുടെ പേരറിയാം അല്ലേ? നിങ്ങളുടെ കയ്യിൽ പെൻ, പെൻസിൽ, ബുക്ക്, ബോക്സ്, ബഞ്ച്, ഡെസ്ക്, ഓൾ ദീസ് ആർ നെയിം ഓഫ് തിങ്സ്. അതൊക്കെ നെയിമിംഗ് വേർഡാണ്. സോ ഇറ്റ് ഈസ് നൗൺ. നൗൺ അല്ലെങ്കിൽ നെയിമിംഗ് വേർഡ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതെന്തെല്ലാമായി വരാം? ഇറ്റ് മേ ബി എ നെയിം ഓഫ് എ പേഴ്സൺ, ഇറ്റ് മേ ബി എ നെയിം ഓഫ് പ്ലേസ്, ഇറ്റ് മേ ബി നെയിം ഓഫ് ആനിമൽ, ഇറ്റ് മേ ബി നെയിം ഓഫ് എ തിങ്. ഇതെല്ലാം എന്താണ്? നൗൺ ആണ്. അപ്പോൾ നൗൺ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മുടെ 4th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിയോണ്ട് ഫിയറിലെ 6th ആക്ടിവിറ്റിയാണ് നാം ഇന്ന് നോക്കുന്നത്. ടീച്ചർ അത് വായിക്കാം. Read the following sentences carefully. Dilna and her brother were playing in the backyard. She ran to the door and opened it. ഇവിടെ നിങ്ങൾക്ക് കാണാം ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്.
ഏതൊക്കെയാണ് ആ വേർഡ്സ്? ദിൽന, ബാക്ക്യാർഡ് ആൻഡ് ഡോർ. നിങ്ങളുടെ 6th ആക്ടിവിറ്റി എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് നെയിമിംഗ് വേർഡ് ഫ്രം ദിസ് യൂണിറ്റ്. നമ്മൾ പഠിച്ചില്ലേ നെയിമിംഗ് വേർഡ്സ് എന്താണെന്ന്? നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിം ഓഫ് പീപ്പിൾ, പ്ലേസ്, ആനിമൽ ആൻഡ് തിങ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ ദിൽന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ. ബാക്ക്യാർഡ് ഇസ് എ പ്ലേസ് ആൻഡ് ഡോർ ഇസ് എ തിങ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യൂണിറ്റിലെ നെയിമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സോ all of you find out all the naming words from this unit and complete this activity 6 given in page number 22. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.